വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം വാക്യം. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ഗാഢമായി അമ്മ ചിന്തിച്ച ദിവസമാണ്. നമ്മളെല്ലാം ചിരിക്കണ ദിവസം അമ്മ ചിന്തിക്കുക. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാലേ, ഇനി ഒരു പ്രസവമില്ലെന്ന് അമ്മയ്ക്കറിയാം. ആദ്യത്തെ പ്രസവം തന്നെ പെരുവഴിയിലായി. ഇത് ശരിക്കും ദൈവത്തിന് വേണമെങ്കിൽ ഈ പ്രസവം വേണമെങ്കിൽ ഒരു കണ്ണും പകലും ഉള്ളപ്പൊക്കെ വെക്കാൻ പറ്റുമായിരുന്നു. പല 4 മണി വൈകുന്നേരം 4 മണിക്കൊക്കെ വെക്കുകയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ നിലവിളിയൊക്കെ കേട്ടിട്ട് നാട്ടുകാരൊക്കെ വന്ന് വല്ല വെള്ളം കൊടുത്തേക്കണം. സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ട്, അമ്മയ്ക്ക് പിറവി രാത്രിയിൽ നാട്ടുകാർ വന്ന് വെള്ളം കൊടുക്കണത് കാണിക്കുന്നുണ്ട്. ഈ ഫ്രാങ്കോസ് സിഫ്രയുടെ ജീസോനാസ്ത്രത്തിൽ അങ്ങനെ സീനുണ്ട്. അപ്പോൾ എനിക്ക് ചിരി വരുന്നത് കാണുമ്പോൾ. കാര്യം പാതിരൊക്കെ പ്രസവിച്ച് ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുകയാണ്, വെള്ളമ്പലും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ്. അതെന്താ വെച്ചാൽ അപ്പായ ഇതാണ് ഇതിൻ്റെ കൺട്രോളെല്ലാം കയ്യിലെടുക്കുന്നത്. അപ്പ പറയണത് ഇവൻ ആരോഗ്യമില്ലാതെ കുരിശ് കിടക്കേണ്ടവനാണ്. അതുകൊണ്ട് തന്നെ ആ പ്രസവത്തിൽ തന്നെ ഇവൾ ആരോഗ്യമില്ല, ബന്ധുക്കളെയും സ്വന്തപ്പെട്ടവരും ഇല്ലാതെ ആ കുരിശിനോട് നിൽക്കേണ്ട ആളാണ്. ഭയങ്കര ട്രെയിനിങ്ങാണ് കൊടുക്കണതേ. നിത്യതയ്ക്ക് വേണ്ടിയുള്ള ട്രെയിനിങ്ങിൻ്റെ അകത്താണ് ഇതൊക്കെ. അതിൻ്റെ തന്നെ ഈ പാക്കേജൊക്കെ വരണത്, പെരുവഴി പാക്കേജൊക്കെ വരണത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് ഓർത്ത് വിഷമിക്കുകയൊന്നും ചെയ്യരുത്. ഇതെല്ലാം ക്രിസ്തുവിനെ പ്രതിയാക്കി അമ്മ വിജയിച്ചെങ്ങനെയാണെന്ന് അറിയാമോ? അമ്മ ഗാഢമായി ചിന്തിച്ചു. എന്താണ്? അന്നമ്മയുടെ കൂടെ കുഴമ്പ്, തുണി, പോഷകാഹാരങ്ങൾ എല്ലാമായിട്ട് ജീവിച്ച ആളാണ്. പെട്ടെന്നാണ് ഇടിമിന്നൽ പോലെ, വെള്ളിടി പോലെ കിർണേസ് സീസറിൻ്റെ സെൻസസ് വരണത്. സെൻസസ് വന്നതോടുകൂടി എല്ലാം തകിടം പറഞ്ഞ് കെട്ടുംപാണ്ടും എടുത്ത് പോകേണ്ടി വരും. ഇപ്പോൾ ചില ക്രിസ്മസ് ദിവസമൊക്കെ ചിലപ്പോൾ പട്ടാളക്കാരൊക്കെ വിളിച്ചുകൊണ്ട് പോകത്തില്ലേ, യുദ്ധം നടക്കുന്ന കാരണം പെട്ടെന്ന് വിളിക്കുമ്പോൾ ഭയങ്കര സങ്കടമായ ഭവനങ്ങളിൽ. എന്താ കാര്യം? യുദ്ധം നടക്കുന്ന കാരണം പട്ടാളക്കാരെ വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല അവർക്ക്. പക്ഷേ അവരൊന്ന് ലീവിന് വന്ന് ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കൈമോശം വന്നു പോകും. ഇങ്ങനെയുള്ള എല്ലാത്തിനും നമുക്ക് ട്രെയിനിങ് ഉണ്ടാകണം എന്നുള്ള ദൈവത്തിൻ്റെ നിലപാട്. അതായത് ദൈവം നമുക്ക് തരണം. അതുകൊണ്ടാണ് ദൈ വിൽ ബി ഡൺ, ദൈ കിങ്ഡം കം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. അപ്പോൾ ദൈവ തിരുമനസ് എന്ന് പറയുന്നത് ഏത് സമയത്ത് കിട്ടിയാലും അമ്മ സ്വർഗസ്ഥനായ പിതാവ് ശരിക്കും പറഞ്ഞ അനുഭവ പ്രാർത്ഥനയാണ് ദിവസമാണ്. കാര്യം പെട്ടെന്നാണ് സെൻസസ് വരണത്, പോകാതിരിക്കാൻ പറ്റത്തില്ല. ആശുപിതാവിൻ്റെ കൂടെ ആൾ പോകും. ആൾ പോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കണത്? ബന്ധുക്കളിൽ നിന്ന് അകറ്റുകയാണ്. നമ്മൾ വായിക്കുന്നില്ലേ, അല്ലയോ രാജ്ഞി ശ്രദ്ധിച്ചാലും സൂക്ഷിച്ച് കേട്ടാലും ബന്ധുജനങ്ങളെ വിസ്മരിക്കുക. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 45-ാം സങ്കീർത്തനം 10-11 തിരുവചനങ്ങളെ. മകളെ കേൾക്കുക, ചെവി ചായ്ച്ച് ശ്രദ്ധിക്കുക, നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും. അവൻ നിന്റെ നാഥനാണ്, അവനെ വണങ്ങുക. എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, മകളെ കേൾക്കുക, ചെവി ചായ്ച്ച് കേൾക്കുക. എന്താണ്? നിൻ്റെ സ്വന്തം ബന്ധുജനങ്ങളെയും പിതൃജനങ്ങളെയും വിസ്മരിക്കുക. പെട്ടെന്നായിരിക്കും ദൈവം ചിലപ്പോൾ നമ്മളെ ബന്ധുക്കളെ വിസ്മരിക്കാൻ പറയണത്. അതായത് ഇതാ കർത്താവിൻ്റെ ദാസ്യം അമ്മ പറഞ്ഞില്ലേ, അതിൻ്റെ അകത്ത് ഈ പാക്കേജ് ഉണ്ട്. കർത്താവിൻ്റെ ദാസ്യം അന്ന് ലൂക്ക 1:28 അമ്മ എന്നാ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങേ വചനം പോലെ. ലൂക്ക 1:38 എന്താ അമ്മ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അമ്മ ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. ദേവപിതാവിന് അമ്മയുടെ സ്വാതന്ത്ര്യത്തിൽ ഏത് സമയത്തും ഇടപെടാൻ പറ്റുന്ന രീതിയിൽ അമ്മ ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ടിരിക്കുകയാണ്. ദൈവത്തിന് എത്ര ലക്ഷങ്ങൾ വേണമെങ്കിൽ എഴുതി കയറ്റാം. അങ്ങനെ കോടികൾ എഴുതി കയറ്റുകയാണ്. എന്താണ്? ഒരു സ്ത്രീ പ്രസവിക്കാൻ നിൽക്കുന്ന സമയത്ത് 72 മണിക്കൂർ ബാക്കിയുള്ളപ്പോൾ ഒരു മനുഷ്യന്മാരും ഈ സമയത്ത് വിളിച്ചുകൊണ്ട് വീട്ടിൻ്റെ പുറത്തിറക്കി കൊണ്ടുപോകത്തില്ല. അപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസ്യം അമ്മ പറഞ്ഞപ്പോഴേ അമ്മ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. അതാണിപ്പോൾ ഗാഢമായിട്ട് ചിന്തിക്കണം എന്ന് പറയണത്. എന്താണ്? അപ്പായോട് അന്ന് പറഞ്ഞതല്ലേ, ഇതാ കർത്താവ്, ഞാൻ ഒരു അടിമപ്പെണ്ണാണെന്ന്, ഇതാ കർത്താവിൻ്റെ ദാസി,
ഞാൻ ഒരു അടിമപ്പെണ്ണാണ്, എന്നെ കൊല്ലാം, തിരിണെ തിന്നാം, വെള്ളത്തിൽ കൊണ്ടു വെച്ചാൽ ഞാൻ അവിടെ ഇരിക്കും, വെയിലത്ത് കൊണ്ടു വെച്ചാൽ ഞാൻ അവിടെ ഇരിക്കും, എല്ലാം നിൻ്റെ ഇഷ്ടം. അങ്ങനെ കംപ്ലീറ്റ് സമർപ്പിതയായത് കൊണ്ടാണ് അമ്മയെ ഒരു ദക്ഷിണയും ഇല്ലാതെ ഇറക്കിക്കൊണ്ട് പോകുന്നത്. എന്നിട്ട് എന്ത് ചെയ്ത് അപ്പായി സെറ്റ് ചെയ്ത് കൊടുത്ത ഒരു സ്ഥലം. അപ്പയ്ക്ക് വേണമെങ്കിൽ ബദ്രഹേമിൽ രാജകൊട്ടാരം വരെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു, ഒന്നും കൊടുക്കത്തില്ല. ദൈവം തന്നതിനേക്കാൾ വലിയ അനുഗ്രഹമാണ് ദൈവം തരാത്തത്. അത് ഹൃദയത്തെ സംഗ്രഹിക്കാൻ വേണ്ടി മാത്രം കാര്യമുണ്ട്, അത് ഗാഠമായി ചിന്തിക്കാനും കാര്യമുണ്ട്. എൻ്റെ ദൈവ പൈതലെ, നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവം തന്നില്ല എന്നുണ്ടെങ്കിൽ അത് ദൈവഹിത പ്രകാരം നീ എടുക്കുകയാണെങ്കിൽ പരിശുദ്ധ അമ്മയോളം നിന്നെ ദൈവം ഉയർത്തുകയാണെന്ന് ഓർത്തുകൊണ്ട് അതിന് സന്തോഷിക്കാനുള്ള ദിവസമാണ് ഇന്ന്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.